കോമൺ സെൻസിനകത്ത് ഒരു വൈരുദ്ധ്യമല്ല, ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ട്. അതായത് നമ്മളൊരു പൊതുബോധം തന്നെയാണല്ലോ ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത്. നമ്മൾ സാമാന്യബോധം എന്ന് പറയുന്നത് മൊത്തത്തിൽ ആളുകൾ ഇപ്പോൾ നമ്മൾ ദേശരാഷ്ട്രം അല്ലെങ്കിൽ ദേശീയത ഇതൊക്കെ അതിനകത്ത് തന്നെയാണല്ലോ. പക്ഷേ ഇതിനകത്ത് തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ എപ്പോഴും ഉണ്ട്. ഈ ഹിന്ദുത്വ ആശയത്തിനുള്ളിൽ തന്നെ വരുന്ന ഒരു കോൺട്രഡിക്ഷൻ എന്നുള്ള നിലയിൽ ജാതിയെ തിരിച്ചറിയുകയും അതിനകത്ത് ഇടപെട്ടുകയും ചെയ്തുകൊണ്ട് മാത്രമല്ലേ നമുക്ക് ഇതിനെ ഏതെങ്കിലും രീതിയിൽ പിളർക്കാൻ കഴിയുമെങ്കിൽ അത് സാധ്യമാകും. ഇന്നിപ്പോൾ ഈ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ സ്പെഷ്യലൈസേഷൻ വന്നതുപോലെ തന്നെ ഈ പൊളിറ്റിക്സിലും സ്പെഷ്യലൈസേഷൻ ആയി എന്നാണ് ഏതാണ്ട് വിചാരിക്കേണ്ടത്. കാരണം ചില ആളുകൾ മാത്രം പരിസ്ഥിതിയെക്കുറിച്ച് പറയുക, ചില ആളുകൾ മാത്രം സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ സമത്വത്തെക്കുറിച്ച് പറയുക, കുറച്ച് ആളുകൾ മാത്രം ജാതിയെക്കുറിച്ച് പറയുക, കുറച്ച് ആളുകൾ മാത്രം വർഗീയതയെക്കുറിച്ച് പറയുക. ഇങ്ങനെ ആ രീതിയിലേക്ക് മാറുകയാണ്. രാമനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ രാമൻ എന്ന കഥാപാത്രത്തെ പറ്റി എനിക്ക് അറിയില്ല എന്നല്ല, കേട്ടിട്ടില്ല എന്നല്ല, രാമൻ പങ്കുവയ്ക്കുന്ന ഒരു ആശയ പരിസരം എൻ്റെ സ്വന്തമല്ല എന്നുള്ളത് വളരെ കൺവിൻസിങ് ആയി ആളുകൾക്ക് വളരെ പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഒരു വലിയ ഊക്കോടെ പതിക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കോമൺ സെൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒരു വൈരുദ്ധ്യവാദത്തിൻ്റെതായ രീതിയിൽ നോക്കിയാൽ ഈ കോമൺ സെൻസിനുള്ളിൽ നമുക്ക് കോൺട്രഡിക്ഷൻസ് കാണാൻ പറ്റും. അങ്ങനെയാണത് നിലനിൽക്കുള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു ഇന്ത്യൻ കോമൺ സെൻസ് അങ്ങനെ വിളിക്കാമെങ്കിൽ, പൂർണ്ണമായിട്ടും സ്പെസിഫിക്കായിട്ട് അങ്ങനെ വിളിച്ചുകൂടാ, ജനറലി അങ്ങനെ വിളിക്കാമെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന രണ്ട് ഘടകങ്ങൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത ഒന്ന് ഈ നവകൊളോണിയലിസവും അതുപോലെ ഒന്ന് നവഹിന്ദുത്വമാണ്. അതുപോലെ ഈ ഹിന്ദുത്വത്തെ നമ്മളെടുത്താൽ അതിനുള്ളിൽ തന്നെ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷനായിട്ട് നമുക്ക് കാസ്റ്റിനെ കാണാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ കോൺട്രഡിക്ഷനിൽ ഇടപെട്ടുകൊണ്ട് ആണല്ലോ തീർച്ചയായിട്ടും നമുക്ക് ഈ കോമൺ സെൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ കാണാതെ ഒരു നവഹിന്ദുത്വത്തെ മൊത്തത്തിൽ ഒരു ആശയസ്വരൂപമായി കണ്ടുകൊണ്ട് ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദുമതത്തെ ഇത് തമ്മിൽ കൃത്യമായൊരു വേർതിരിവില്ലാതെ തിയററ്റിക്കലായ ക്ലാരിറ്റി ഇല്ലാത്ത വിശകലനങ്ങളാണ് പൊതുവിൽ കണ്ടുവരുന്നത്. ഈ ഹിന്ദുത്വ ആശയത്തിനുള്ളിൽ തന്നെ വരുന്ന ഒരു കോൺട്രഡിക്ഷൻ എന്നുള്ള നിലയിൽ ജാതിയെ തിരിച്ചറിയുകയും അതിനകത്ത് ഇടപെട്ടുകയും ചെയ്തുകൊണ്ട് മാത്രമല്ലേ നമുക്ക് ഇതിനെ ഏതെങ്കിലും രീതിയിൽ പിളർക്കാൻ കഴിയുമെങ്കിൽ അത് സാധ്യമാകും. അത് വേണ്ട രീതിയിൽ ആ രീതിയിൽ ചർച്ചകൾ നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്വേഷണങ്ങൾ ആ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര നടക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഈ പ്രത്യക്ഷ സമരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഈ ഹിന്ദുത്വത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഈ വൈരുദ്ധ്യങ്ങളെ വേണ്ട രീതിയിൽ അഭിസംബോധന ചെയ്യാനുള്ളൊരു ശ്രമം കാണുന്നില്ല. മാഷിന് എന്ത് തോന്നുന്നു? കോമൺ സെൻസിനകത്ത് ഒരു വൈരുദ്ധ്യമല്ല, ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ട്. അതായത് നമ്മളൊരു പൊതുബോധം തന്നെയാണല്ലോ ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത്. നമ്മൾ സാമാന്യബോധം എന്ന് പറയുന്നത് മൊത്തത്തിൽ ആളുകൾ ഇപ്പോൾ നമ്മൾ ദേശരാഷ്ട്രം അല്ലെങ്കിൽ ദേശീയത ഇതൊക്കെ അതിനകത്ത് തന്നെയാണല്ലോ. പക്ഷേ ഇതിനകത്ത് തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ എപ്പോഴും ഉണ്ട്. ഒരേ രീതിയിലല്ലല്ലോ മുഴുവൻ ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇതിലൊരു വ്യവസ്ഥ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്നുള്ള പ്രശ്നം. അതിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് എക്കാലത്തും ഏത് ഭരണം വന്നാലും ഈവൻ യൂറോപ്യൻ ഭരണകാലം പോലും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ജാതിബദ്ധമായിട്ടുള്ളൊരു സാമൂഹിക ക്രമം അതിൻ്റെ അന്തർധാരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ കേരളത്തിൽ പോലും 1892 സരസ്വതി വിജയം എന്ന്. ഇപ്പോൾ സരസ്വതി വിജയത്തെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ സാമൂഹിക ഘടന ഉണ്ടല്ലോ അല്ലേ? ആ സാമൂഹിക ഘടന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ജാതീയമായിട്ടുള്ള വിവേചനങ്ങൾ, അയിത്തം, അതുപോലെ തന്നെ പാർശ്വവൽക്കരണം, അതിലെ മരത്തൻ എന്ന് പറയുന്ന ആൾക്ക് സമൂഹത്തിലെ സ്പേസ് ഇല്ല, അതിന് പുറത്താണ് താമസിക്കേണ്ടത് അയാൾ കുടുംബവും. ഇതൊരു യാഥാർത്ഥ്യമായിട്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പോലും ചെറിയ രീതിയിലൊക്കെ നാട്ടിലൊക്കെ കണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് ഈ ദളിത് സമുദായങ്ങളിലൊക്കെ താമസിപ്പിക്കുന്ന ഈ അതിരുകളിൽ അവരെ താമസിപ്പിച്ച് അവരെ കണി കാണുന്ന ദൂരത്താണ്. നേർക്കുനേർ സ്വന്തം കാഴ്ചയാണ് ഞാൻ പറയുന്നത്, അനുഭവത്തിലുള്ള.
അപ്പോൾ ആ രീതിയിലുള്ള സാമൂഹിക ഘടന എന്നുള്ളത് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ഹിന്ദുത്വ ഭരണകൂടത്തിൻ്റെ സൃഷ്ടിയല്ല, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന RSSൻ്റെ സൃഷ്ടിയല്ല. അത് ജാതി വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു ഉൽപ്പന്നമാണല്ലോ മനുസ്മൃതിയും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാമ്പത്തിക ഘടന, പ്രിമിറ്റീവ് ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത് പ്രാക് മൂലധനം മുതൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഒരു സ്പിരിച്വൽ ലാംഗ്വേജ് സെപ്പറേറ്റ്, ജനങ്ങളുടെ ഒരു ഭാഷ പാലി ഉള്ള സമയത്ത് തന്നെയാണ് വരേണ്യവർഗത്തിന് വേണ്ടി വേറെ തന്നെ ഒരു ഭാഷ രൂപപ്പെടുത്തി ചിട്ടപ്പെടുത്തിയെടുക്കുന്നത്. യൂറോപ്പിൽ ലാറ്റിൻ ആയിരുന്നെങ്കിൽ ഇവിടെ അത് യഥാർത്ഥത്തിൽ സംസ്കൃതമായിരുന്നു. അപ്പോൾ അത് കീഴാളിന് കേൾക്കാൻ പാടില്ല, കാണാൻ പാടില്ല, പഠിക്കാൻ പാടില്ല. ആ സിസ്റ്റത്തിൻ്റെ തുടർച്ചയിലല്ലേ ഇപ്പോഴും. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോഴും ആ ഒരു പബ്ലിക്കിൽ പൊതുമണ്ഡലത്തിലെ ആളുകൾ ഉപയോഗിക്കാത്തൊരു ഭാഷയ്ക്ക് വേണ്ടി എല്ലാ വർഷവും ഇന്ത്യ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റിൽ മാറ്റി വെക്കുന്ന ഒരേ ഒരു ഭാഷ. അപ്പോൾ ആ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കോമൺ സെൻസിൻ്റെ അകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും നമ്മളൊരു ഹെജിമോണിക്കായിട്ടുള്ള ഒരു ആശയാധികാര വ്യവസ്ഥയുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ ജാതിബദ്ധ സാമൂഹികമായ ഘടന മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്ക് തന്നെ ഒരാളിപ്പം പറയുമ്പോൾ പേര് പറയുമ്പോൾ ജാതി പേരോടുകൂടിയാണ് പറയുന്ന ഒരു ആദരവ്, അല്ലെങ്കിൽ അയാൾ ഇന്നേ ആളാണെന്ന് പറയുമ്പോൾ അയാൾക്ക് അറിയാതെ അയാളോടൊരു അവമതിപ്പ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിരന്തരമാണല്ലോ. അതുകൊണ്ടാണല്ലോ RLV രാമകൃഷ്ണൻ്റെ കറുപ്പ് സമൂഹത്തിൽ ചർച്ച ചെയ്തില്ല. വളരെ കുറച്ച് ആളുകൾ, കുറച്ച് ആളുകൾ അവിടെ ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായില്ല. അതേസമയത്ത് ശാരദാ മുരളീധരൻ്റെ കറുപ്പ് അവർ പറയുമ്പോഴേക്ക് സമൂഹം ഇവിടെയുള്ള പൗരപ്രമുഖരൊക്കെ തന്നെ ഇടപെടുന്നു, ഒരുപാട് ലേഖനങ്ങൾ, TV ചർച്ച, ഇങ്ങനെ വലിയ രീതിയിലാണ്. അതേസമയത്ത് RLV രാമകൃഷ്ണനെ വീണ്ടും വീണ്ടും പരിഹസിക്കുകയായിരുന്നു. ഏത് പ്രത്യക്ഷത്തിൽ വന്നിട്ട് ആ പരിഹസിച്ച സ്ത്രീ വീണ്ടും വീണ്ടും വളരെ പ്രകടമായി പരസ്യമായി കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ, കേരളം പോലത്തെ ഒരു സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് പൊതുബോധത്തിനകത്ത് തന്നെ ഒരുപാട് വിള്ളലുകളുണ്ട്, ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളെ മൂർച്ഛിപ്പിക്കുക എന്നുള്ളതാണല്ലോ സാമൂഹിക പ്രവർത്തനം കൊണ്ട് ചെയ്യേണ്ടത്. അതിൽ ഇരകൾക്കൊപ്പം നിൽക്കുക, മർദ്ദിതരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുക, പീഡിതരായിട്ടുള്ള ചൂഷിതരായിട്ടുള്ള ആളുകൾക്കൊപ്പം നിൽക്കുക. ഇപ്പം ബഹുതലത്തിലുള്ള പ്രവർത്തനമാണല്ലോ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പം വെറുതെ നമ്മൾ ഒറ്റ ഒരു ഇഷ്യൂ മാത്രം അഭിമുഖീകരിക്കുന്നൊരു ലോകമല്ലല്ലോ. ഇതെല്ലാം നമ്മുടെ രാഷ്ട്രീയത്തിലായാലും സംസ്കാര പഠനത്തിലായാലും നേരത്തെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നിപ്പോൾ ഈ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ സ്പെഷ്യലൈസേഷൻ വന്നതുപോലെ തന്നെ ഈ പൊളിറ്റിക്സിലും സ്പെഷ്യലൈസേഷൻ ആയി എന്നാണ് ഏതാണ്ട് വിചാരിക്കേണ്ടത്. കാരണം ചില ആളുകൾ മാത്രം പരിസ്ഥിതിയെക്കുറിച്ച് പറയുക, ചില ആളുകൾ മാത്രം സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ സമത്വത്തെക്കുറിച്ച് പറയുക, കുറച്ച് ആളുകൾ മാത്രം ജാതിയെക്കുറിച്ച് പറയുക, കുറച്ച് ആളുകൾ മാത്രം വർഗീയതയെക്കുറിച്ച് പറയുക. ഇങ്ങനെ ആ രീതിയിലേക്ക് മാറുകയാണ്. മറിച്ച് നമ്മൾ സമൂഹത്തിലുള്ള സമൂലമായ മാറ്റം അല്ലെങ്കിൽ വിമോചനം ലക്ഷ്യമാക്കുന്നത് മാർക്സിസത്തിൻ്റെ തന്നെ ഒരു സവിശേഷത തന്നെ മുമ്പ് അതായിരുന്നല്ലോ. ആളുകൾ കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും പറയുന്നത് ഇവരൊക്കെ ഈ സർവ്വകാര്യങ്ങളും അറിയുന്ന പണ്ഡിതന്മാരാണ് എന്നാണ് നാട്യം എന്ന് പറയുന്നത്. അത് ഭാഗികമായിട്ട് അതിൽ ചെറിയ ഏരിയ ഉണ്ടാവും, കാരണം അറിയാത്ത കാര്യവും ചിലപ്പോൾ അഭിപ്രായം പറയുന്നുണ്ടാവും. പക്ഷേ അത് ഉദ്ദേശശുദ്ധി ഉണ്ട് അവിടെ. കാരണം ഇയാൾ ഫെമിനിസം ഒന്നും പഠിക്കണമെന്നില്ല, ഒരു സ്ത്രീ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടാൻ. അപ്പോൾ അവിടെ ഒരു സാധാരണക്കാരൻ ഇടപെടുകയാണ്. അയാൾ പറയുന്നത് തിയറിയാന്ന് തോന്നും, പക്ഷേ അത് തിയറി തന്നെയാണ്. തിയറി എന്ന് പറയുന്നത് ലൈഫിൽ നിന്ന് തന്നെ വരുന്നതും കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഈ വൈരുദ്ധ്യങ്ങൾ ഈ രണ്ട് തലത്തിൽ മാത്രമല്ല പല തലത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഹെജിമണി കാണുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പ്രവർത്തിച്ചും കാര്യമില്ല. ഇപ്പോൾ ഇറ്റലിയിലും ജർമ്മനിയിലുമൊക്കെ നമ്മൾ റവല്യൂഷൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വലിയ മുന്നേറ്റമൊക്കെ ഉണ്ടായ രാജ്യങ്ങളിലെ അവിടെ പോലും നമ്മൾ കാണുന്നത് ഈ ഹെജിമോണിക്കായ വാല്യൂ സിസ്റ്റത്തിൽ വേണ്ടത്ര ഇടപെടാത്ത പ്രശ്നങ്ങളാണ്. അത് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. കാരണം മാസ് നേരത്തെ പറഞ്ഞ രീതിയിൽ മാത്രമാണെങ്കിൽ
ഈ മുതലാളിത്തം വരുന്നതോടുകൂടി അതെ, ബാക്കിയെല്ലാം ശരിയായി എന്നാണല്ലോ. പക്ഷേ അത് ഗാന്ധിജിക്ക് മനസ്സിലായി. അദ്ദേഹം മുസോളിനീൻ്റെ തടവറയിൽ ഇരുന്നിട്ടാണെങ്കിലും ഈ ഇവിടെ മുതലാളിത്തമൊക്കെ വന്നു, വലിയ പുരോഗതിയുണ്ട്, റിനേസൻസൊക്കെ നമ്മൾ ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര മാറ്റമാണ് ആ രീതിയിൽ. 16-17 നൂറ്റാണ്ടിലുള്ള കലയും അതുപോലെ നിർമ്മാണവും ആർക്കിടെക്ചറും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഗംഭീരമാണ്. പക്ഷേ ഇവരുടെ മറ്റ് ഈ സാമ്പ്രദായിക ബുദ്ധിജീവികൾ കൊണ്ടുവന്നിട്ടുള്ള ആശയ പരിസരം ഒരു തരത്തിലും അവർ സംബോധന ചെയ്യാത്തതിൻ്റെ തുടർച്ചയിലാണ് യഥാർത്ഥത്തിൽ ഫാസിസം വളർന്നത്. ഇത് തന്നെയാണ് നമ്മളെ നാട്ടിലും ഇപ്പോഴും ഉണ്ടാവുന്നത്, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഹെജിമണി എന്നുള്ള സംഭവം അഡ്രസ്സ് ചെയ്യുന്നതിൽ ഇപ്പോഴും താല്പര്യം കാണിക്കുന്ന ജൈവ ബുദ്ധിജീവികൾ താരതമ്യേന കുറവാണ്. അത് ഉയർന്നു വരാത്ത കാലത്തോളം ഇല്ല എന്നല്ല, പല രീതിയിലും ഇതിനെ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ആളുകളിൽ നിന്ന് വരുന്നുണ്ടാവും. അങ്ങനെ മാത്രമല്ലല്ലോ വാസ്തവത്തിൽ. ഇപ്പോൾ വഴി നടക്കാൻ പറ്റുന്നില്ല എന്ന് അയ്യങ്കാളി അല്ലല്ലോ, അയ്യങ്കാളി മാത്രമല്ലല്ലോ പറയുന്നുണ്ട്. എന്തുകൊണ്ട് അയ്യങ്കാളിക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിക്കാൻ എന്തുകൊണ്ട് ഇവിടുത്തെ ഉയർന്ന ജനവിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഉയർന്ന സാമൂഹിക വിഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നില്ല? അതേ ചോദ്യമാണ് ഇന്നിപ്പോൾ നമ്മളുള്ളത്. നമ്മളിപ്പോൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരാത്തത്? അത് വളരെ പ്രധാനപ്പെട്ടല്ലേ. ഇപ്പോൾ അരുവിപ്പുറത്ത് ടൂറ് പോകാൻ പോലും ആളുകൾ തയ്യാറില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവിടെ നമ്മളിപ്പോൾ അരുവിപ്പുറത്ത് ഞാൻ പലതവണ പോയപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത്, അവിടെ ഒരു ഈഴവ സമുദായത്തിൽപ്പെടുന്ന കുറച്ച് ആളുകൾ മാത്രമല്ലേ വരുന്നത്. അപ്പം നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ വലിയ നവോത്ഥാനത്തിൽ കൂടി കടന്നു വന്ന് ഇവിടെ ജാതിയില്ല മതമില്ല എന്നൊക്കെയാണല്ലോ. പക്ഷേങ്കിൽ അരുവിപ്പുറം പോലെ കേരളത്തിലെ വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ച കാണാനും ഭംഗിയുള്ള സ്ഥലം അല്ല, ഒരു ടൂറിസ്റ്റ് ആംഗിളിൽ നോക്കിയാൽ. എന്നിട്ട് പോലും മറ്റ് വിഭാഗങ്ങൾ എന്നുള്ള രീതിയിൽ മാറി നിൽക്കുകയുള്ള ആളുകൾ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ജാതിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പരിമിതമായ ആളുകൾക്ക് ജാതിയൊന്നും ഉണ്ടാവില്ല, ചിന്തയുണ്ടാവില്ല. പക്ഷേ പൊതുബോധത്തിൽ അതൊക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണല്ലോ. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് ഈ മലയാള പാഠപുസ്തകങ്ങളിൽ ഏത് സ്റ്റാൻഡേർഡ് എടുത്താലും 2-3 പാഠങ്ങൾ രാമായണത്തെ പറ്റി അല്ലെങ്കിൽ മഹാഭാരതത്തെ പറ്റിയായിരിക്കും. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹൈന്ദവ പുരാണങ്ങളും ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് ഉണ്ടാവുക. അതെല്ലാം ആണ് എല്ലാവരും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്നുള്ളൊരു ധാരണയാണ് അന്ന് സ്കൂളിൽ നിന്നെല്ലാം അധ്യാപകർ വഴിയൊക്കെ ഞങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത്. പുറത്ത് പോയാലും സാംസ്കാരിക പ്രഭാഷണങ്ങളിലും അതുപോലെ സാംസ്കാരിക കൂട്ടായ്മകളിലും എല്ലാം പറയപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാം രാമായണവും മഹാഭാരതവും ഒക്കെയാണ്. ഇന്ന് ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങൾ നോക്കിയാൽ ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരു 6-7 പേര് രാമായണത്തെയും മഹാഭാരതത്തെയും പുകഴ്ത്തി സംസാരിക്കുന്നു, 2-3 പേര് അതിനെ വിമർശിച്ച് സംസാരിക്കുന്നു. ഒരുപക്ഷെ ഒരാൾ അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നാലായി. അപ്പോൾ എതിർത്താലും അനുകൂലിച്ചാലും ഇവർ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഒക്കെ ലോകത്തിന് ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. ചില ഈ പുരോഗമന വേദികളുടെ പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടാൽ ഈ രാമൻ സീതയെ ഉപേക്ഷിച്ചില്ലേ, രാമൻ ചെയ്തത് തെറ്റല്ലേ, ഇതൊക്കെയാണ് വരുന്ന വിമർശനം. അപ്പോൾ സീതയെ ഉപേക്ഷിച്ച രാമൻ രാമായണത്തിലുള്ള രാമൻ തന്നെയാണ്, പുതിയൊരു രാമനല്ല. ഇങ്ങനെ വരുമ്പോൾ ഈ വ്യവഹാരങ്ങൾ ഇത് വിമർശനാത്മകമായിട്ടുള്ള വ്യവഹാരങ്ങളാണെങ്കിലും ഇതിനെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന വ്യവഹാരങ്ങളാണെങ്കിലും ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ഹിന്ദുത്വത്തിൻ്റെയും ഒരു ഒക്കെ ഈ പുതിയ കാലത്തെ ഒരു ഹെജിമണിയുടെ ആ പരിസരത്തിനുള്ളിൽ ഇത്തരം വിമർശനാത്മക വ്യവഹാരങ്ങളെല്ലാം ഉറപ്പിച്ചു നിർത്തുന്ന പ്രവണതകൾ ആണ് കാണുന്നത്. അത് ഈ പുരോഗമന പക്ഷത്ത് നമ്മൾ വളരെ വിപ്ലവകാരികൾ എന്ന് അല്ലെങ്കിൽ അത്യന്തം പുരോഗമനകാരികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഈ രാമായണത്തെ പുകഴ്ത്തി സംസാരിക്കുന്നു, അല്ലെങ്കിൽ രാമായണത്തെയും മഹാഭാരതത്തെയും എല്ലാം അതുപോലെ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും ഒക്കെ കുറച്ചെല്ലാം വിമർശിച്ച് സംസാരിക്കുന്നു. അപ്പോൾ വിമർശിച്ചാലും അനുകൂലിച്ചാലും ഇതിനുള്ളിൽ ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് മാഷിപ്പോൾ പറഞ്ഞല്ലോ വേടൻ്റെ കാര്യം പറഞ്ഞു. വേടൻ പറയുന്നു എനിക്ക് രാമനെ അറിയില്ല. അതൊരു വലിയ വിപ്ലവകരമായൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒന്നുകിൽ അനുകൂലിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ വിമർശിച്ച് സംസാരിക്കുക, രണ്ടായാലും ഇതിൻ്റെ ലോകത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ വീണ് കുഴഞ്ഞ് കിടക്കുക എന്നുള്ളതിൽ നിന്ന് ഒരു പടി എന്നല്ല വളരെ വിപ്ലവകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് രാമനെ എനിക്ക് അറിയില്ല എന്ന്. രാമനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ
രാമൻ എന്ന കഥാപാത്രത്തെ പറ്റി എനിക്കറിയില്ല എന്നല്ല, കേട്ടിട്ടില്ല എന്നല്ല, രാമൻ പങ്കുവയ്ക്കുന്ന ഒരു ആശയ പരിസരം എൻ്റെ സ്വന്തമല്ല എന്നുള്ളത് വളരെ കൺവിൻസിങ് ആയി ആളുകൾക്ക് വളരെ പെട്ടെന്ന് അവരുടെ മനസ്സിൽ ഒരു വലിയ ഊക്കോടെ പതിക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു മേൽക്കോയ്മ ആശയ വ്യവഹാരത്തെ പൊളിക്കുന്ന പുതിയ കാലത്തെ പ്രവണതകളുടെ കൂട്ടത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്തരത്തിലുള്ള വേറെയും ഇടപെടലുകളുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഇപ്പോൾ തീർച്ചയായിട്ടും പറയാൻ പറ്റുക വേടൻ്റെ ഒരു കാര്യം തന്നെയാണ്. മാഷ് എങ്ങനെ ഇതിനെ കാണുന്നു? ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഉള്ളൊരു അനുഭവം ഇതുവരെ ചേർത്ത് പറയാം. ഞാനൊരു ഏതാണ്ട് ഒരു 14 വർഷം മുമ്പ് ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെമിനാറിൽ ഈ ഭാഷാ പിതാവ് എന്നുള്ള സങ്കല്പം അതിഭൗതികവാദപരമാണ്, അസംബന്ധമാണ്. കാരണം ഭാഷ ഒരാളും ഒരു വ്യക്തി ഉണ്ടാക്കുന്നതല്ല, എത്ര ഉയർന്ന വ്യക്തിയാലും. അത് ഹെർമൻ ഗുണ്ടർട്ടിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ മലയാള ഭാഷ ഉണ്ടാക്കിയ ഗുണ്ടർട്ട് ജനങ്ങൾക്കിടയിൽ പോയി, പാടങ്ങളിൽ പോയി തൊഴിലാളികളെയും കൃഷിക്കാരെയും അതുപോലെ കൊല്ലൻ്റെ ആലയിൽ പോയി ഒക്കെ ഭാഷ പഠിച്ചിട്ടാണല്ലോ നിഘണ്ടു ഉണ്ടാക്കി, ആദ്യത്തെ നിഘണ്ടു. അപ്പോൾ നമ്മൾ ഭാഷാ പിതാവ് എന്നുള്ള സങ്കല്പം വാസ്തവത്തിൽ ഈ അതിഭൗതികവാദപരവും അസംബന്ധവും അശാസ്ത്രീയവും അയുക്തിപരവുമാണ് എന്ന് പറഞ്ഞു എന്നുള്ളതല്ല. അത് അടുത്ത ദിവസം ഈ ഹിന്ദുവിൽ ഇന്ത്യൻ എക്സ്പ്രസ്സൊക്കെ താരതമ്യം നല്ല വാർത്തയായിട്ട് വന്നു. അപ്പോൾ അതിനുശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ തുഞ്ചൻ ട്രസ്റ്റിലൊരു ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും സാങ്കേതികമായിട്ട്, അതങ്ങനെ നീക്കാൻ പറ്റില്ല. പക്ഷേ അവിടെയുള്ള ഒരു മീറ്റിങ്ങിൻ്റെയും കത്ത് അന്നു മുതൽ ഇന്ന് വരെ എനിക്ക് വന്നില്ല. തുഞ്ചത്തെഴുത്തച്ഛൻ കവിത എഴുതിയില്ലെന്നോ അല്ലെ രാമായണം എഴുതിയില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ വസ്തുതാപരമായി ഞാൻ പഠിച്ച ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഞാൻ ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസ്റ്റിക് സ്റ്റാൻഡ് പോയിന്റിലാണല്ലോ കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു യാഥാർത്ഥ്യം പറഞ്ഞാണ്. പക്ഷേ ഇത് പ്രിൻ്റ് ചെയ്ത് വന്നതിന് ശേഷം അവിടെയുള്ള മീറ്റിങ്ങുകൾക്ക് ഇന്ന് വരെ ഒരു ക്ഷണക്കത്തും എനിക്ക് വന്നില്ല. എന്നാരും നേരിട്ട് വിളിച്ചിട്ടില്ല. അന്ന് സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു സെക്രട്ടറി എന്തുകൊണ്ടാണ് നിങ്ങൾ മീറ്റിങ്ങിൽ വരാത്തത്, അല്ലെങ്കിൽ മീറ്റിംഗ് വരണം, ഇന്നേ ദിവസം ഉണ്ട് എന്ന് പറയണം, അങ്ങനെ പറയാറുണ്ടായിരുന്നു, അറിഞ്ഞില്ല. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഹെജിമോണിക്കായിട്ടുള്ള ഈ വിശ്വാസം അതിൽ വാസ്തവത്തിൽ കൈവെക്കാനേ നമ്മുടെ പുരോഗമന പക്ഷം പോലും തയ്യാറല്ല. അത് ഏതെങ്കിലും രീതിയിൽ അതിൽ സ്പർശിക്കുന്ന ആളുകളെ വളരെ സൈലൻ്റായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലെങ്കിൽ അരികിലേക്ക് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിലേക്കൊന്നും വരാത്ത ഒരു പ്രായത്തിൽ, ഒരു 10, 15, 16 വയസ്സിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കച്ചേരി മൈതാനിയുണ്ട്. അവിടെ കേളപ്പാട്ടിനൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പടപ്പിനെ പടച്ചത് പടച്ചോനാണെങ്കിൽ പടച്ചോനെ പടച്ചത് ആരാണ്? അതുപോലെ തന്നെ ഈ രാമായണ കഥയൊക്കെ വേറെ രീതിയിലാണ്. ഈ പായസം കുടിച്ചാൽ എങ്ങനെ ആണ് കുട്ടി ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ച് യുക്തിപരമായിട്ടുള്ള ചോദ്യം പബ്ലിക്കിനോട് ചോദിക്കുകയാണ്. ഇത് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ MK പണിക്കോട്ടി എന്ന പേരിൽ എഴുതുന്ന കേളപ്പെട്ട് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത് കേട്ട് വളർന്നൊരു കേരളത്തിലാണ് ഇന്ന് രാമായണ പ്രഭാഷണങ്ങൾ പുരോഗമന പക്ഷം സംഘടിപ്പിക്കുന്നു, മഹാഭാരത പ്രഭാഷണ പരമ്പരകൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ നടത്തുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആളുകളെ പിന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഇതിലേക്ക് അറിയാതെ എത്തിപ്പെടുകയാണ് ചെയ്തത്. ഏത് നമ്മൾ ബോധപൂർവം എത്തുകയല്ല, നമ്മൾ പൊതുബോധം അതാണ് തെറ്റിദ്ധരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ഇന്ത്യയിൽ ഈ ഇത്തരത്തിലുള്ളൊരു അജണ്ട പ്രവർത്തിക്കുമ്പോൾ അതിന് കൃത്യമായ വർഗീയ അജണ്ട ഉണ്ടെന്നും അതിന് കൃത്യമായ താല്പര്യങ്ങളുണ്ടെന്നും കൃത്യമായ ഒരു മാനുവാദ കാലത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്നും ഒക്കെ ഇപ്പോൾ ആർക്കും ചിന്തിക്കുന്ന ആർക്കും അറിയാമല്ലോ. അതിനെ അനുകൂലിക്കുന്ന ആൾക്കും അറിയാം, എതിർക്കുന്ന ആളുകൾക്കും അറിയാം. ഇതൊക്കെ മനസ്സിലായിട്ട് പോലും അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് രാമനെ അറിയില്ല എന്നൊരു കീഴാള ദളിത് കോളനിയിൽ നിന്ന് ജനിച്ചു വളർന്നൊരു കലാകാരൻ സത്യസന്ധമായി പ്രതികരിക്കുന്നു എന്നുള്ളത് അയാളുടെ മാത്രം വ്യക്തിപരമായൊരു സവിശേഷതയല്ല. കേരളത്തിലെ കീഴാളർ നമ്മൾ മുഖ്യധാര പലപ്പോഴും അംഗീകരിക്കുന്നില്ലെങ്കിലും വലിയൊരു തിരിച്ചറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കോഴിക്കോട് ആയാലും മറ്റു സ്ഥലങ്ങളിലായാലും വേടൻ പാടുമ്പോയാലും ഇനി ഈവൻ ശ്യാംകുമാർ പ്രഭാഷണം നടത്തുമ്പോൾ
ഈ ഗൗരവമായൊരു പ്രഭാഷണം പൊതുബോധത്തിനെതിരായുള്ള പ്രഭാഷണം. ഇപ്പം കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ അയാൾ നടത്തിയ പ്രഭാഷണം ഇതിലുണ്ട്. അത് ഈ ആഹാര സങ്കല്പം ഉൾപ്പെടെയുള്ള പൊതുബോധത്തിലുള്ള പൊതുവേ ശ്രേഷ്ഠമെന്ന് പറയുന്ന ധാരയിൽ നിരന്തരം പ്രക്ഷേപിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ടാണ്. പക്ഷേ വലിയ സാഹസവും വലിയ കയ്യടിയും ഒക്കെയാണ് ഉണ്ടായത്, അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് കേരളത്തിലൊരു കൗണ്ടർ ഫോഴ്സ് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ദളിത് കീഴാള പക്ഷങ്ങളിൽ നിന്നുള്ള വലിയ മുന്നേറ്റം. ഇപ്പം വായന എന്നൊക്കെ പറയുന്നത് യൂറോപ്പിനെ കൊണ്ട് പറയുന്ന പോലെയാണ്. ഇപ്പോൾ യൂറോപ്പിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോജക്റ്റ് കിട്ടി വർക്ക് ചെയ്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ്, അവിടെ പോയപ്പോൾ യൂറോപ്യൻസ് ആരും വർക്ക് ചെയ്യുന്നില്ല. അതേസമയത്ത് അവിടെ വർക്ക് ചെയ്യുന്നത് പല പ്രോജക്റ്റും കിട്ടി വന്ന ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും അതുപോലെ ശ്രീലങ്കയിലെയും മ്യാൻമറിലെയും അതുപോലുള്ള ഈ പിന്നോക്ക ഈജിപ്ത് പോലുള്ള ആഫ്രിക്കൻ കൺട്രീസിലെയൊക്കെ ആളുകളാണ് എന്നാണ്. തമിഴ്നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഒരു പ്രോജക്റ്റ് കിട്ടി അവിടെ കുറച്ച് കാലം ഒരു ബ്രിമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തപ്പോൾ അനുഭവം പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെ നമ്മളിപ്പം ഈ ഉയർന്ന വരേണ്യ വർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വല്ലാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ നേരത്തെ സ്വായത്തമാക്കിയുള്ള കുറച്ച് ശ്ലോകങ്ങളും ഉദ്ധരണിയൊക്കെ മതി. അപ്പോൾ ആളുകൾ അതങ്ങ് വിശ്വസിച്ചോളും എന്നുള്ള ഒരു രീതിയാണ്. അതേസമയത്ത് കീഴാള പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഈ പറയുന്ന ഹെജിമോണിക്കായ വാല്യൂ സിസ്റ്റത്തെ തകർക്കാനുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ട് ഇപ്പം 2 പുസ്തകം വേടനെക്കുറിച്ച് വരികയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരിക. രണ്ടും ഞാൻ പരസ്യം കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ. അപ്പം 2 പുസ്തകം 10-200 പേജിൽ എഴുതണമെങ്കിൽ 10-40 ആളുകളുടെ ആർട്ടിക്കിൾസ് ഉണ്ടാവില്ല അതിൽ. അപ്പോൾ അത്രയും ആളുകൾ അതിലേക്ക് ഇൻ്റലക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാണല്ലോ. അപ്പോൾ നമ്മൾ എന്നല്ല പലരും വിചാരിക്കുന്നത് പോലെ ഈ കഞ്ചാവോളി എന്നൊന്നും പറഞ്ഞ് പരിഹസിച്ചിട്ട് തള്ളാനോ ഒഴിവാക്കാനോ ഒന്നും പറ്റുന്ന ഒരു തലത്തിലല്ല ആ ഒരു ഉണർവുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന മുഖ്യധാര നിരന്തരം പരിപോഷിപ്പിക്കുന്ന പാഠങ്ങളൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിപ്പം ഭാഷാപിതാവ് എന്ന് തന്നെ പറഞ്ഞു. അന്ന് കേരളത്തിലെ സാക്ഷരത എത്രയാണ്? എഴുത്തച്ഛൻ മലയാളത്തിൽ എഴുതിയ കാലത്ത് കേരളത്തിലെ സാക്ഷരത എത്ര ശതമാനമുണ്ട്? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പോലും നമുക്ക് എത്ര ശതമാനമുണ്ട്? അപ്പം കേരളത്തിലെ ബഹുഭൂരിപക്ഷ ശതമാനം 80-90% ആളുകൾ ഈ എഴുതപ്പെട്ട ആലേഖനം ചെയ്യപ്പെട്ട ഭാഷ വായിക്കുന്ന അവസ്ഥ നിലനിൽക്കാത്തൊരു കേരളത്തിലുള്ള കാര്യത്തെ നമ്മൾ മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന ഒരു സംഭവമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരശുരാമൻ മഴുവറിഞ്ഞ കേരളമാണെന്നാണല്ലോ ഇപ്പോഴും ആളുകൾ കുറച്ച് പേര് ബോധപൂർവവും കുറച്ച് പേര് അബോധപൂർവവും പറയുന്നത്. ആ ധാരയിൽ തന്നെയല്ലേ മുഖ്യധാര ചരിത്രകാരന്മാരോ? നമ്മൾ വലിയ ശാസ്ത്ര പണ്ഡിതന്മാരാണ്, അല്ലെങ്കിൽ ഈ ഹിസ്റ്ററിയിൽ വലിയ ഭൗതികവാദപരമായ നിലപാടുകൾ എടുക്കുന്ന ആളുകളാണ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ചരിത്രകാരന്മാർ ഇപ്പം തിരുത്തുന്ന ആരാണ്? മാളവിക പിന്നിയും ഡോക്ടർ കെ എസ് മാധവനും അല്ലെങ്കിൽ അതുപോലുള്ള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് യാഥാർത്ഥ്യം അറിയാത്തതുകൊണ്ടല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വരേണ്യമായിട്ടുള്ള ഒരു പ്രിവിലേജ് അത് കൈവിടാൻ തയ്യാറില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ പ്രിവിലേജിനെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ ധാര കേരളത്തിലും ഇന്ത്യയിൽ ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യയിലൊരു സങ്കീർണത നിലനിൽക്കുമ്പോൾ പോലും നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ സാക്ഷാൽ അയോധ്യയിൽ ഒരു ദളിത് വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ഷൻ ചെയ്യാൻ മാത്രമല്ല, ഐഡിയോളജിക്കലി ഒരു ഫൈറ്റ് ഒരു വശത്ത് നടക്കുന്നുണ്ട്. പ്രത്യയശാസ്ത്രപരമായി തന്നെ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കാലം പരാജയപ്പെട്ടുന്നവരാണ്. ഇപ്പം ബ്രിട്ടീഷുകാർക്കെതിരായ സമരം 10-300 കൊല്ലം ചെയ്തില്ലേ. ഈ പറയുന്ന ജാതീയമായ അടിമത്തത്തിനെതിരെയുള്ള സമരം എത്രയോ നൂറ്റാണ്ടുകളായി നടക്കുകയല്ലേ. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന സമരങ്ങളൊക്കെ ചില നിർണായക സന്ദർഭങ്ങളിൽ അത് മാറി മറിഞ്ഞ് വീഴും. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇപ്പോൾ അടുത്ത കാലത്ത് സംവാദവേദികളിൽ പ്രത്യേകിച്ചും പുരോഗമനപരമെന്ന് നമ്മൾ പൊതുവിൽ കാണുന്ന സംവാദവേദികളിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം, ഏത് രാമനെയാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്നുവെച്ചാൽ 2 രാമനുണ്ട്, ഒരു നല്ല രാമനും ഒരു ചീത്ത രാമനും ഉണ്ട്. നമുക്ക് ആ ചീത്ത രാമനെ കളഞ്ഞിട്ട് നല്ല രാമനെ എടുത്തുകൂടെ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ അത് ലളിതവൽക്കരിച്ച ഒരു ഭാഷയിൽ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരു പക്ഷേ
ഒരു 25 വർഷം മുൻപ് ഈ ഒരു സംവാദം സാധ്യമായിരുന്നു. രാമൻ എന്ന ഒരു കഥാപാത്രത്തെ എടുത്ത് ആ കഥാപാത്രത്തെ പല രീതിയിൽ ഇഴകീറി പരിശോധിച്ച് ഒരു കഥാപാത്രം, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ രാമൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം പറഞ്ഞ് ആ രീതിയിലുള്ള ഒരു സംവിധാനം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രാമനെ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു, ഒരു ഇന്ത്യൻ കോമൺ സെൻസ് കൃത്യമായ ഒരു രാമനെ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ ഇപ്പോൾ രാമനെ ആ ഒരു ചോദ്യത്തിന് പ്രസക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏത് രാമനെ വേണം എന്നുള്ളതിനേക്കാൾ രാമനെ വേണോ രാവണനെ വേണോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി കഴിഞ്ഞു എന്ന് തോന്നുന്നു. ആ രീതിയിൽ രാവണനാണ് എനിക്കറിയുന്നയാൾ എന്ന് വേടൻ തന്നെ ഇപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഈ രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇടതുപക്ഷ ഈ സാംസ്കാരിക വ്യവഹാരങ്ങളുടെ ഒരു മുൻഗണനയിൽ ഒരു തിരുത്ത് അല്ലെങ്കിൽ ഒരു പൊളിച്ചെടുത്ത് ആവശ്യമാണ് എന്ന് മാഷ് കരുതുന്നുണ്ടോ? ഇവിടെയുള്ള ബേസിക്കായ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യയുടെ നവോത്ഥാനത്തെക്കുറിച്ച് അധികം പറയാറില്ല. കേരളത്തിനെ പറയും, വേട്ടി വെട്ടത്തിരിപ്പാട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തുടർച്ചയിൽ MRB ഇങ്ങനെ ഒരു ധാര ഇങ്ങനെ പറയാറുണ്ട് നമ്മളൊക്കെ തന്നെ പൊതുവേ. അതേസമയത്ത് ഇന്ത്യ എന്നുള്ള രാജ്യത്തെ മുൻനിർത്തിയുള്ള നവോത്ഥാനത്തെക്കുറിച്ച് പറയില്ല. അത് വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പൊതുമണ്ഡലത്തിൽ ദൈക്ഷണിക സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള വ്യക്തികളായാലും ശരി പ്രസ്ഥാനങ്ങളായാലും ശരി അംബേദ്കറെ സംബോധന ചെയ്യാൻ നമ്മൾ തയ്യാറില്ല എന്നുള്ളതുകൊണ്ടാണ്. വാസ്തവത്തിൽ ഇന്ത്യയിൽ നവോത്ഥാന ചിന്തയുടെ അല്ലെങ്കിൽ ഈ എൻലൈറ്റൻമെൻറ്റ് പ്രബുദ്ധത എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആരംഭം കുറിച്ചത് അംബേദ്കറാണ്. അതിൽ എന്നെ സംബന്ധിച്ച് യാതൊരു സംശയമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ അതിന് മുമ്പ് ഒക്കെ ഉണ്ടായിട്ടുള്ള ഇവിടുത്തെ ഒരു ഹെജിമോണിക്കായ വാല്യൂ സിസ്റ്റം, അതായത് ഭരണകൂടം എന്നുള്ളത് ബ്രാഹ്മണിക്കാണല്ലോ. ബ്രഹ്മസ്വല്ലേ നിലനിന്ന്, ബ്രഹ്മസ്വാണ് ഇന്ത്യയിലും കേരളത്തിലും നിലനിന്നതെന്ന് ആർക്കും വലിയ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ രീതിയിലുള്ളൊരു സിസ്റ്റത്തെ ചോദ്യം ചെയ്ത് യഥാർത്ഥത്തിൽ ആശയപരമായി ചോദ്യം ചെയ്ത് അംബേദ്കറാണ്. അംബേദ്കറുടെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ആയാലും ശരി മറ്റ് കൃതികളായാലും ശരി നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാറ്റിലും അംബേദ്കർ സംബോധന ചെയ്യുന്നത് എന്താ? വേദങ്ങൾ മുതൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള സംസ്കൃതജന്യമായിട്ടുള്ള കൃതികളെ മുഴുവൻ അംബേദ്കർ വായിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം അതിനെ വായിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഒരു കൗണ്ടർ ഐഡിയോളജി ആയിട്ട് നേരത്തെ ഇവോൾവ് ചെയ്തിട്ടുള്ളത്, ആവിർഭവിച്ചിട്ടുള്ളത് ബുദ്ധൻ്റെ ചിന്തയാണ് എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഒരു കോംപ്രമൈസ് സാധ്യമാകാത്ത അവസ്ഥ സ്വയം തിരിച്ചറിഞ്ഞിട്ടാണ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട്. അപ്പം നമ്മൾക്ക് അറിയാവുന്നൊരു കാര്യമാണല്ലോ, ഈ വിവേകാനന്ദൻ പോലും രേഖപ്പെടുത്തി വെച്ചൊരു കാര്യമാണ് എന്ത്, ഈ ശങ്കരാചാര്യരുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും ബുദ്ധസന്യാസിമാരെ കൂട്ടത്തോടെ കൊല ചെയ്യാൻ ഉണ്ടായിട്ടുള്ള ഇല്ലേ, അവരെ ഒരു ഉന്മൂലനം ചെയ്യാണല്ലോ ചെയ്തത്. വംശഹത്യ വാസ്തവത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ വംശഹത്യ എന്നുള്ളത് ഈ ബുദ്ധസന്യാസിമാരെയും ബുദ്ധമതവും ബുദ്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട സകലതിനെയാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പിന്നെ കുമാരനാശാൻ ഉൾപ്പെടെയുള്ള ആളുകളിലും ഇതിനുള്ള പ്രതികരണം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും സംബോധന ചെയ്യാനേ നമ്മൾ പലപ്പോഴും നമ്മൾ എന്ന് പറയുന്നത് പുരോഗമന ഇടതുപക്ഷം പലപ്പോഴും തയ്യാറായിട്ടില്ല. സംബോധന ചെയ്യാത്തൊരു സ്പേസിലേക്കാണ് ആരിപ്പോൾ വരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് വരുന്നതല്ല, നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ടെക്സ്റ്റിനെ ആ രീതിയിൽ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ തലമുറ ശ്യാംകുമാറിലൂടെയും വേടനിലൂടെയും ഒക്കെ വരിക. അതിനു മുമ്പ് തന്നെ ഈ കേരളത്തിലെ ദളിതുകൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊയ്കയിലപ്പച്ചനായാലും ശരി, അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ തുടർച്ചയിൽ വന്നിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ തുടർച്ചയിൽ വന്നിട്ടുള്ള സഹോദരൻ അയ്യപ്പനും ഒട്ടനവധി ആളുകൾ ഈ ധാരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് കുറച്ചുകൂടി കൃത്യതയും വ്യക്തതയും ഒരു തരത്തിലുള്ള എന്താ പറയുക മൂർത്ത സ്വഭാവവും ഇന്ന് കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത്തരം ഒരു കോണ്ടസ്റ്റിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ നമ്മളെല്ലാ ഏത് ജാതി വിഭാഗത്തിൽപ്പെട്ട വീടായാലും ശരി കേരളത്തിൽ
രാമൻ്റെ ഒരു വിഷയമായിരുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഞാനൊക്കെ നാട്ടിൻപുറത്ത് ജീവിച്ചാണ് എല്ലാ വീടുകളായിട്ടും എൻ്റെ തൊട്ടടുത്തുള്ള വീടുകളല്ലെന്ന് പറഞ്ഞാൽ സവർണ വിഭാഗത്തിൽപ്പെടുന്ന വീടുകളുണ്ട്, അസവർണ വിഭാഗത്തിൽപ്പെടുന്ന ഈ വീടുകളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരികയും കാണുകയും ദൈനംദിന ഈ വീട്ടിലോ അല്ലെങ്കിൽ ഇവർ സമൂഹത്തിൽ ഇടപെടുമോ നമ്മളെ പബ്ലിക് സ്പേസിലോ ഒന്നും രാമൻ്റെ ഒരു വിഷയമായിരുന്നില്ലല്ലോ. അപ്പം വാസ്തവത്തിൽ ഈ ഒരു വിഷയം സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവർക്കൊരു രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട്. പക്ഷേ അതിന് പുറത്ത് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ നല്ല രാമനോ ചീത്ത രാമനോ എന്നുള്ളൊരു സംവാദം പോലും ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇനി പല അന്ധവിശ്വാസം പോലെ പണ്ട് ഈ ശബരിമലയിൽ വിളക്ക് വെക്കുന്ന വിഷയം ഉണ്ടായല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കേരള ശബ്ദത്തിൻ്റെ ആളുകൾ വന്നിട്ട് ഒരു അഭിമുഖം നടത്തി, അവർ പ്രിൻ്റ് ചെയ്തിരുന്നു. അപ്പോൾ പലരുടെ അടുത്തും പോയ കൂട്ടത്തിൽ എൻ്റെ അടുത്തും വന്നാൽ അപ്പോൾ ഞാൻ പറഞ്ഞു വിളക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് ആളുകൾ ആരാധിക്കുകയല്ലേ, അപ്പോൾ അത് അപ്പുറത്ത് കത്തിക്കുന്നതെന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷേ ഒരു ചടങ്ങായിട്ട് അവർ നടത്തുകയാണ്. അന്ധവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം എന്നുള്ളതിൻ്റെ അതിരുകൾ അത്ര എളുപ്പത്തിൽ നമുക്കങ്ങനെ ഡിമാർക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് ശബരിമലയിൽ ഇത് കത്തിക്കുന്നത് മാത്രമല്ലല്ലോ, അതുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ ഉയർത്തേണ്ട വിഷയം എന്താണ്? അവിടെ ഈ മലയാള ബ്രാഹ്മണൻ്റെതാണോ ഈ പ്രോപ്പർട്ടി, അവർക്കാണോ ഇതിലെ റൈറ്റ്? ഇതാണ്. അതിന് പകരം കേരളത്തിലെ യുക്തിവാദികൾ അന്ന് ഉയർത്തിയൊരു ചോദ്യം, ഈ ഈ അവിടെ വിളക്ക് കത്തിക്കുന്നില്ലേ, ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളല്ലേ കത്തിക്കുന്നത്? എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല യുക്തിവാദികളും അവിടെ നേരിട്ട് പോയി ഈ കത്തിക്കുന്ന അവരും കത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 80കളിലാണ്, 79-80 കാലത്താണ്. പിന്നെയും അതിൻ്റെ ചർച്ച വന്നൊരു ഘട്ടത്തിലാണ് ഈ കേരള ശബ്ദം ഇത് 90കൾക്ക് ശേഷം പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ ഒരു മണ്ഡലത്തിലുള്ള ഒരു സംവാദം തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കീഴാള പൊസിഷനിൽ നിന്ന് ഇത്തരത്തിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കവിതകൾ ഇപ്പം ആശാൻ തന്നെ എഴുതിയല്ലോ അല്ല, ഈ ബുദ്ധപക്ഷത്തിലുള്ള കവിതകൾ പ്രത്യക്ഷമായി എഴുതി അങ്ങനെ പ്രകടമല്ലാത്ത രീതിയിലും അതിൻ്റെ ഇതാണല്ലോ ഉണ്ടാകുന്നത്. ഈ ബുദ്ധിസത്തിലേക്ക് കൺവെർട്ട് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ചർച്ച വന്നപ്പോൾ അതിനോട് എല്ലാവരും യോജിച്ചില്ലെങ്കിൽ പോലും ആ ഒരു സംവാദം ആ ഘട്ടത്തിലേ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഈ കീഴാള ദളിത് വിഭാഗങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ടും അവർക്ക് അന്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരൊരു തരത്തിലും സംബോധന ചെയ്യാത്ത ഒരു കാര്യത്തെ ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അതേസമയത്ത് ഇത് ഇവിടെ ഈ സോക്കോൾഡ് സെക്കുലറായ ആളുകൾ ഇത് പാടി പറഞ്ഞ് നടന്ന് സമൂഹത്തിൽ 8-10 ദിവസം വേദി, മുമ്പ് ഈ മതപ്രസംഗത്തിനൊക്കെയാണ് നമ്മളങ്ങനെ കാണാറ്, 5-10 ദിവസം പിന്നെ ഈ വലിയ മതപണ്ഡിതന്മാർ വന്നിട്ട് വയൽ പറയുന്ന അല്ലെങ്കിൽ മതപ്രസംഗം. അതുപോലെ ഈ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ പ്രഭാഷണ പരമ്പരകൾ നടത്തുന്നത് അല്ലെങ്കിൽ നടത്തിയത് തന്നെ വാസ്തവത്തിൽ വളരെ സംശയാസ്പദമായിട്ടുള്ള ഒരു ദൗത്യമാണ് എന്ന് വേണം കരുതാൻ. നമ്മൾ ഒരു ഇന്ത്യയുടെ ഒരു സാമൂഹിക പരിവർത്തനം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ആധുനിക മൂല്യങ്ങളെ വലിയ രീതിയിൽ ഉയർത്തിപ്പിടിക്കുന്ന നേതൃത്വം അതിനുണ്ടായി. നമ്മുടെ ഈ പരമ്പരാഗത ബന്ധങ്ങൾ തകരണം, പരമ്പരാഗത മൂല്യങ്ങൾ തകരണം, ഒരു ആധുനിക ജീവിതക്രമം രൂപപ്പെടുത്തണം, അതിനനുസരിച്ചുള്ള മൂല്യങ്ങളാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നെഹ്റു അടക്കമുള്ള ആളുകൾക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുത്തിയപ്പോഴും അത് പൂർണ്ണമായും ശരിയല്ലെങ്കിൽ പോലും അത് ഒരേ അർത്ഥത്തിലൊരു അംബേദ്കറൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു അംബേദ്കറുടെ കാഴ്ചപ്പാടിൻ്റെ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും അതിനകത്തുണ്ടായിരുന്നു. അതിനുശേഷമുള്ള പതിറ്റാണ്ടുകളിലും ഈ മാർക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്യൂഡൽ പട്രിയാർക്കൽ ബന്ധങ്ങൾ നല്ല രീതിയിൽ തകരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ രീതിയിൽ ഫ്യൂഡൽ പട്രിയാർക്കൽ ബന്ധങ്ങൾ വലിയൊരളവ് വരെ തകർന്നു. ആ ബന്ധങ്ങൾ തകരുമ്പോഴും, ഫ്യൂഡൽ പട്രിയാർക്കൽ ബന്ധങ്ങൾ തകരുമ്പോഴും ഇപ്പോൾ അടുത്ത കാലത്ത് കാണുന്ന പ്രവണത ഫ്യൂഡൽ പട്രിയാർക്കൽ വാല്യൂസ് ശക്തിപ്പെടുന്നതും അത് കൂടുതൽ അക്രമാസക്തമായിട്ട് മാറുന്നതുമാണ്. ഈ ഒരു വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് മാഷ് കാണുന്നത്? നമ്മൾ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു സവിശേഷത എന്നുള്ളത് അതിപ്പോൾ കമ്പോള കേന്ദ്രിതമാണ്, ലാഭകേന്ദ്രിതമാണ്, അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ ഈ പുതിയ ഉപകരണങ്ങൾ കൊണ്ടുവരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ട്. അപ്പം നമ്മളിപ്പം നേരത്തെ തന്നെ റോഡ് വന്നു,
പാലം വന്നു, അല്ലെങ്കിൽ റെയിൽ വന്നു. അപ്പോൾ അതിനു മുമ്പ് പുഴ കടക്കരുതെന്നും കടലിൽ പോകരുതെന്നൊക്കെ വിശ്വസിച്ച ആളുകൾ പോകും. പോകുമെന്ന് പറഞ്ഞാൽ മനസ്സിൽ പോയില്ലെങ്കിലും ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടൽ വരികയാണല്ലോ. ഇപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ സ്ത്രീകളും സ്കൂട്ടർ എടുത്ത് ഓടിക്കുകയാണ്, ഇതാണല്ലോ. അപ്പം വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ സ്കൂട്ടർ എടുത്ത് പുറത്ത് പോകുന്നതോടുകൂടി അവൾക്ക് മുമ്പില്ലാത്തൊരു സ്വാതന്ത്ര്യത്തിലേക്ക് അവൾ വരികയാണ്. ഇനി അവളെ കയ്യിലൊരു മൊബൈൽ കൂടി ഉണ്ടാകുമ്പം അത് അതിനേക്കാൾ ഒരിതാണ്. അപ്പം മുമ്പ് ഈ പുരുഷൻ്റെ ഒരു നേളി എന്നുള്ള രീതിയിൽ മാത്രമാണ് സ്ത്രീക്കൊരു സാന്നിധ്യം നമ്മൾ നൽകിയിരുന്നത് എത്രയോ കാലമായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീ പ്രസ്ഥാനം ഉള്ളത് കൊണ്ട് മാത്രമല്ല, സ്ത്രീ പ്രസ്ഥാനങ്ങൾ വരുന്നത് പോലും ഇതിൻ്റെയും കൂടി ഭാഗമാണ്. അതേസമയത്ത് ഈ പെട്രിയാർക്കിയായി ബന്ധപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ആശയപരമായി തന്നെ നേരിടേണ്ടി വരും. അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ആ സാധനം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫേസ് എന്നുള്ള ഒരു കഥ കനേഡിയൻ എഴുത്തുകാരിയായിരുന്നു. അപ്പം കനഡയെ പോലും ഈ അച്ഛൻ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ഒരു മുഖത്തെ കല കണ്ടിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനുമായിട്ടുള്ളൊരു വൈരുദ്ധ്യം വരച്ച് കാണിക്കുകയാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ആ ഒരു മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീപക്ഷ സമരങ്ങൾ അല്ലെങ്കിൽ മുന്നേറ്റങ്ങളൊക്കെ അനിവാര്യമാണ്. പക്ഷേ ഈ കമ്പോളവുമായി ബന്ധപ്പെടുന്ന പുതിയ വികാസ പരിണാമങ്ങൾ, നേരത്തെ കലയെക്കുറിച്ച് പറയുമ്പോൾ വാൾട്ടർ ബെഞ്ചമിനൊക്കെ പറയുന്നുണ്ടല്ലോ, ക്യാമറ വരുന്നതോടുകൂടി ഈ കലയിലെ സ്വകാര്യത പോകുന്നു. അത് ശരിയാണല്ലോ. ഇപ്പം കഥകളി തല ഏതെങ്കിലും ഒരു വീട്ടിൽ മാത്രം വെക്കാൻ പറ്റില്ലല്ലോ, എല്ലാ വീട്ടിലും എല്ലാ സ്ഥലത്തും എത്തുകയാണ്. ഏത് കലയായാലും ഏത് കാഴ്ചയായാലും എല്ലാവർക്കും എത്താൻ വളരെ പെട്ടെന്ന് കഴിയുന്ന രീതിയിൽ സാങ്കേതികവിദ്യ മാറി എന്നുള്ളത്. അപ്പോഴും ഈ സാങ്കേതികവിദ്യ കൈയടക്കി വെക്കുന്ന ഒരു വർഗ്ഗമില്ലെന്ന് ചോദിക്കുക. പക്ഷേങ്കിൽ അങ്ങനെ ഒരു വർഗ്ഗം ഉള്ളപ്പോൾ പോലും അതിൻ്റെ ചില താല്പര്യങ്ങളൊക്കെ മറികടക്കാൻ ഇതിൽ തന്നെ ഒരു സാധ്യത അന്തർഭവിച്ചിട്ടുണ്ട്. അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വല്ല താല്പര്യം ഉണ്ടാവും, പക്ഷേ ആ താല്പര്യത്തോടൊപ്പം തന്നെ ഇതിൻ്റെ കച്ചവടം നടക്കണമെങ്കിൽ ഇതെല്ലാവർക്കും വിൽക്കണ്ടേ. ഇത് ഇന്നയാൾക്ക് വിൽക്കില്ല. ഇപ്പം അച്ചടിച്ച് വരുമ്പോൾ ഇത് ഇന്നയാളത്തെ തൊടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം, ബൈബിൾ അല്ലെങ്കിൽ ഖുറാൻ അല്ലെങ്കിൽ മറ്റൊരു ഗ്രന്ഥം ഈ വിശ്വാസിയെ തൊടാൻ പറ്റുള്ളൂ എന്ന് ഇന്നിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അത് കമ്പോളത്തിലൊരു ഉൽപ്പന്നമാണ്, അതാർക്കും പൈസ കൊടുത്താൽ വാങ്ങിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു പ്രക്രിയയും കൂടി നമ്മൾ കാണണം. വളരെ യാന്ത്രികമായിട്ടെല്ലാം പ്രതിരോധം കൊണ്ടും സമരം കൊണ്ടും മാത്രമാണ് എന്ന് കരുതേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഉൽപ്പാദന ഉപകരണത്തിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു മാറ്റം ഒരു വശത്തുണ്ട്, മറുവശത്ത് അതോടൊപ്പം ഉയർന്നു വരേണ്ട സാംസ്കാരിക മണ്ഡലത്തിൽ ഉയർന്നു വരേണ്ട ഒരു സമരമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥത്തിലുള്ള പുരോഗമനം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ വാഹനമൊക്കെ ഉണ്ടാവുകയും ചെയ്യും, വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, അകത്ത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധതയും ദളിത് വിരുദ്ധതയും കീഴാള വിരുദ്ധതയും ജാതീയതയും അപരവിദ്വേഷവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സാംസ്കാരിക രംഗത്തുണ്ടാവേണ്ട സമരം എന്നുള്ളത്. എന്നാൽ മാത്രമല്ലേ നമുക്ക് ആ രീതിയിലുള്ളൊരു മൈത്രിയുള്ളൊരു സമൂഹം, മാനവ മൈത്രി എന്നുള്ളതാണല്ലോ ഈ ഗുരുവൊക്കെ മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. പക്ഷേ അങ്ങനെ ഒരു മൈത്രി കേന്ദ്രിതമായിട്ടുള്ളൊരു സമൂഹം അല്ലെങ്കിൽ ഇത് ഈ ഇപ്പം ഉണ്ടാകുന്ന നമ്മളിപ്പോൾ ഈ ഇസ്രായേലിൻ്റെ സംഭവം തന്നെ നോക്കിയാൽ എത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അവർ ശക്തി കൊണ്ട് മാത്രമല്ല, ആശയപരമായിട്ടും ലോകത്തിൽ ആ രീതിയിലുള്ളൊരു അന്തരീക്ഷമുള്ളതുകൊണ്ടാണ്. മറ്റൊരു സ്വതന്ത്ര രാജ്യത്ത് കയറിയിട്ട് അവർ അറ്റാക്ക് ചെയ്തിട്ട് പറയുകയാണ് ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങളുടെ ദേശീയത രക്ഷിക്കാനാണ്. ഞങ്ങളുടെ ദേശീയത രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ രാജ്യം സജ്ജമാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങൾ കൂടുതൽ ആയുധമാകുന്നത് ഞങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ, പക്ഷേ നിങ്ങളെ വന്നിട്ട് നിങ്ങളെ വീട്ടിൽ ആയുധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വീട്ടിൽ കയറിയിട്ട് നിങ്ങളെ വീട്ടുകാരെ മുഴുവൻ കൊന്നുകളിയാണ്. പ്രകടമായി പച്ചക്ക് നടക്കുകയാണല്ലോ കഴിഞ്ഞ 2 ദിവസമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നീട് അവർ പ്രതികരിച്ച് കഴിയുമ്പോൾ എന്താവുന്നു? അവർ പ്രതികരിക്കുന്നതാണ് വലിയ പ്രശ്നം എന്നുള്ള രീതിയിൽ സംവാദങ്ങൾ. ഇനിയിപ്പോൾ നമ്മളെ ചാനലുകളിലൊക്കെ വരുന്ന സംവാദങ്ങൾ ആ രീതിയിലായിരിക്കും. ഇവരും അവരും വാസ്തവത്തിൽ ഏകപക്ഷീയമായി ഒരു രാജ്യം ആക്രമിക്കപ്പെടുന്നു, അതിനെ മുഴുവൻ രാജ്യങ്ങളും അപലപിക്കുന്നതിന് പകരം മുഴുവൻ മനുഷ്യരും എന്തുകൊണ്ടാണ് നമ്മൾ റോഡിലിപ്പം
യുദ്ധവിരുദ്ധ റാലികൾ നടക്കാത്തത്? മുമ്പ് എത്രയോ റാലികൾ നമ്മൾ അങ്ങാടികളിലൊക്കെ നടക്കാറുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങുന്നതെന്ന് തോന്നിയാൽ തന്നെ യുദ്ധവിരുദ്ധ റാലിയാണ്. ഇപ്പം നമുക്കത് പറയാൻ തന്നെ കഴിയാത്ത രീതിയിലേക്ക് നമ്മളെ പൊതുബോധത്തിൽ ഈ ഭീകരവാദത്തെക്കുറിച്ചുള്ള ചിത്രം സാമ്രാജ്യത്വത്തിന് സോവിയറ്റ് അനന്തരകാലം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ല, അത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. നമുക്കറിയാലോ, മിക്കവാറും ഒരുപാട് സ്ഫോടനങ്ങൾ ഭരണകൂടം മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയാണെന്നുള്ള തെളിവ് നമ്മളടുത്തുണ്ടല്ലോ. അതിൻ്റെ കേസുകൾ, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ പഠനം, ഇതൊക്കെ ഉണ്ടായിട്ടും അത് നേരത്തെ ഷിജു പറഞ്ഞ പോലെ ഏതാനും പരിമിതമായ ആളുകളുടെ ഇടയിൽ, അക്കാഡമിക് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകളുടെ ഇടയിലോ മാത്രം ഒതുങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇത് മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കാത്തതുകൊണ്ടാണ്. മുമ്പ് അത് ഏറ്റെടുക്കുന്ന കാലത്ത് അവിടെ യുദ്ധം തുടങ്ങാൻ നോക്കുമ്പോൾ തന്നെ ഇവിടെ റോഡുമ്മൽ പിന്നെ നമ്മൾ യാത നടത്തുമായിരുന്നു, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. എത്ര തവണ നമ്മൾ ജാഥയിൽ പങ്കെടുത്തിട്ടുണ്ട്, ജാഥ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കാണിക്കുന്ന ഉദാസീനത നിരുത്തരവാദപരമാണെന്ന് സംശയരഹിതമായി പറയേണ്ടി വരും. നമ്മൾ ഈ മനുസ്മൃതിയുടെ ഒക്കെ കാലം തൊട്ട് അല്ലെങ്കിൽ അർത്ഥശാസ്ത്രത്തിൻ്റെയൊക്കെ കാലം തൊട്ട് ഇന്ത്യയിലെ മേലാള സമൂഹം താലോലിക്കുന്ന ഒരു സവർണ പുരുഷ സങ്കല്പമുണ്ട്. ഈ സവർണ പുരുഷ സങ്കല്പത്തിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് രൂപമായിട്ട് ഇന്ത്യയിൽ നേതൃത്വ സങ്കല്പം മാറുന്നുണ്ടോ എന്നെനിക്ക് അടുത്ത കാലത്ത് സംശയം തോന്നുന്നുണ്ട്. മനുസ്മൃതിയും അർത്ഥശാസ്ത്രവും എല്ലാം പറഞ്ഞു തന്നതും നമ്മുടെ മേലാള സമൂഹം എന്ന് പറയാം, തലമുറകളായി പഠിച്ചു വെച്ചതുമായിട്ടുള്ള ഒരു പുരുഷ സങ്കല്പത്തോട് വീരാരാധനയ്ക്ക് ചേരുന്ന കുറേ കാര്യങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ ആയി നമ്മുടെ നേതൃത്വ സങ്കല്പം മാറുന്നുണ്ട്. സ്വന്തമായി തീരുമാനമെടുക്കുന്ന ഒരു നേതാവ്, എല്ലാ എതിർപ്പുകളെയും നിശബ്ദമാക്കാൻ കെൽപ്പുള്ള ഒരു നേതാവ്, താൻ എന്ത് തീരുമാനിച്ചുറച്ചാലും അത് ഏതറ്റം വരെയും പോയി നടപ്പിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരാൾ, താൻ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ മറ്റുള്ളവരെ പറഞ്ഞ് വശത്താക്കി തൻ്റെ ഒപ്പം നിർത്താനും സ്വന്തം ക്യാമ്പിൽ നിന്ന് യാതൊരു തരത്തിലുള്ള എതിർപ്പ് ഉയർന്നു വരാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനും കഴിയുന്ന ഒരു നേതാവ്. ഇത്തരത്തിലുള്ള ഒരു നേതൃത്വ സങ്കല്പം, ഞാൻ ആദ്യം പറഞ്ഞ സവർണ പുരുഷ സങ്കല്പവും ഇതും കൂടി ചേർന്നുകൊണ്ടുള്ളൊരു പുതിയ നേതൃത്വ സങ്കല്പം ഈ നവഫാസിസത്തിൻ്റേതായ കാലത്ത് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് വലിയ അളവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു ആശയശക്തിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. മാഷ് എങ്ങനെയാണ് ഇതിൽ കാണുന്നത്? അല്ല, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരിയുള്ള ഒരു നായക സങ്കല്പം എന്നുള്ളത് വാസ്തവത്തിൽ ഈ വളരെ പൊളിറ്റിക്കലായൊരു സങ്കല്പമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ 46 ഇഞ്ച് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണല്ലോ. 46 ഇഞ്ചാണോ അല്ലെങ്കിൽ 32 ഇഞ്ചാണോ എന്നുള്ളത് ഒരു ഭരണാധികാരിയായി ബന്ധപ്പെടുന്ന ആധുനിക ജനാധിപത്യ വ്യവസ്ഥയിലൊരു മാനദണ്ഡമല്ലല്ലോ. അത് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മാനിഫെസ്റ്റോ ആയിട്ട് വരേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, എന്ത് ചെയ്യില്ല, എന്ത് സംഭവിക്കാൻ പോകുന്നു, എന്ത് തിരുത്താൻ പോകുന്നു, ഇതൊക്കെയാണല്ലോ. അതിന് പകരം ഈ രീതിയിലുള്ള ഈ ഹീറോയിക്കായിട്ടുള്ള അല്ലെങ്കിൽ നായക കേന്ദ്രിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ലോകം മുഴുവൻ തന്നെ ഈ പുതിയൊരു നവഫാസിസം എന്നുള്ളത് ഇന്ത്യയിൽ മാത്രമല്ലല്ലോ. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഇറ്റലിയിലായാലും അമേരിക്കയിൽ തന്നെയായാലും മറ്റ് പല രാജ്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ തന്നെ ഈ രീതിയിലുള്ള വംശീയ കേന്ദ്രിതമായിട്ടുള്ള നേതൃത്വം എന്ന് പറയുന്നത് അവർക്ക് പകരില്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ട്രംപ് പറഞ്ഞ കളവുകളെക്കുറിച്ച് എണ്ണിത്തിട്ടപ്പെടുത്തിയിരുന്നു. വാഷിങ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത്രായിരം കളവാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അതിൽ ഇത്രായിരം വംശീയ കേന്ദ്രം. ഇപ്പോൾ അതുപോലെ നമ്മുടെ ഈ രാജ്യത്ത് BJP മോഡിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹെയ്റ്റ് സ്പീച്ചുകളിൽ ഫാക്ട് ചെക്കിങ് നടത്തി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചില ഹ്യൂമൻ റൈറ്റ്സ് സംഘടനകളൊക്കെ. അപ്പം ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ സാങ്കേതികവിദ്യ ഒരു വശത്ത് നമുക്ക് ഈ രീതിയിൽ ഇവരുടെ എല്ലാ കളവുകളും പൊളിക്കാൻ പര്യാപ്തമായ രീതിയിൽ സുസജ്ജ. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് മിക്കവാറും ഭരണകൂടവും ഭരണകൂടത്തിൻ്റെ വൈതാളികരുമാണ്. അല്ലാതെ മറുവശത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജനങ്ങളുടെ ഒരു ശാക്തീകരണം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ ഭക്തിനെക്കുറിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് ഈ നാടകത്തിന് ഈ അവസാനം മദർ കറേജിൻ്റെ അവസാനം
ഇങ്ങനെ ആ നാടകമെല്ലാം കണ്ടു പോകുമ്പോൾ ആളുകൾക്ക് ഒന്നുകിൽ ചിരിച്ച് കൈയടിക്കണം, അല്ലെങ്കിൽ കരഞ്ഞ് കണ്ണീരൊക്കെ ഒപ്പി പോകണം അല്ലേ. ഇപ്പോൾ നരിവേട്ടയൊക്കെ കണ്ടിട്ട് ആളുകൾ കരഞ്ഞു എന്ന് പറയുന്നത് ആ രീതിയിൽ ഏതെങ്കിലും ഒരു ഇത് വേണമല്ലോ. അപ്പോൾ ഇത് രണ്ടും ഇല്ല ഈ സിനിമ, ഈ നാടകത്തിൽ. അപ്പോൾ അയാൾ തന്നെ പറയുന്നുണ്ട് ഇതിന് എന്താണോ വേണ്ട നിങ്ങൾ കൂട്ടിച്ചേർക്കാം എന്ന് പറഞ്ഞാൽ ചിന്തിപ്പിച്ച് ആളുകളെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് ശരിക്കും റെവല്യൂഷണറി ആയിട്ടുള്ള മാർക്സിസ്റ്റ് ആയിട്ടുള്ളൊരു പരിപ്രേക്ഷ്യമാണ് ഭക്തൊക്കെ കലയിൽ കൂടി തന്നെ മുന്നോട്ട് വെക്കുന്നത്, പിന്നെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളിലൂടെയൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് ആ രീതിയിൽ പൊളിറ്റിക്കൽ ഇപ്പം ലെനിനൊക്കെ വിഭാവനം ചെയ്തു അത് തന്നെയാണല്ലോ, 2 ലൈൻ സമരം എന്നൊക്കെ ഇന്നിപ്പോൾ ആരോ ഒന്നും പറയാറേ ഇല്ല. കാരണം അങ്ങനെ ഒരു ഉദ്ദേശം എവിടെയും ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഞാൻ പറയുന്നത്, മിക്കവാറും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത എവിടെയെങ്കിലും ഉണ്ടായിക്കൂടാന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് അമേരിക്കയിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ വന്ന ജോഡി ഡീന് അവിടെ വെറും 6000 അംഗങ്ങളുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമാണ്. അവരെ സർവീസിനൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അവിടെയൊക്കെ സംവാദമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഒരുപക്ഷെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ രീതിയിലൊക്കെ സംവാദം നടത്തുകയും അന്വേഷണങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. അതിന് ഈ ഇതുപോലൊരു സിറ്റുവേഷൻ ആയിട്ട് വളർന്നു വരുമ്പോൾ മാത്രമേ എന്തുള്ളൂ പൊളിറ്റിക്കൽ ഡയമെൻഷനിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ ശ്രീലങ്കയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ ആൾക്കൂട്ടാണ് സമരം ചെയ്തത്. നമ്മൾ കാണുകയാണ് പ്രസിഡൻറ്റിൻ്റെ വീട്ടിലേക്ക് ഇരച്ച് കയറുകയാണ് ആളുകൾ. എന്നിട്ട് അവിടുത്തെ കുറച്ച് പേര് കുളിക്കുന്നു, പ്രസിഡൻറ്റിൻ്റെ ഈ മാത്രം കുളിക്കുന്ന ആ സ്വിമ്മിങ് പൂളിൽ കുറേ പേര് പലതും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വലിച്ചെറിയുന്ന ദേഷ്യം തീർക്കുന്നു. അതിൻ്റെ തുടർച്ചയിൽ അവിടുത്തെ ഭരണമാറ്റം ഉണ്ടായല്ലോ. ഈ സർവാധിപത്യപരമായിട്ടുള്ള ഏകാധിപത്യപരമായിട്ടുള്ള വലിയ വംശഹത്യ വരെ നടത്തിയിട്ടുള്ള ഭരണകൂടത്തെ ജനാധിപത്യ രീതിയിൽ തന്നെ വലിച്ചെറിഞ്ഞത് നേതൃത്വം ഇവോൾവ് ചെയ്ത് വന്നായില്ലേ യഥാർത്ഥത്തിൽ. നമ്മൾ ആലോചിച്ചാൽ 2 നേതാക്കന്മാർ നയിച്ചതല്ല ഇതിൽ, ഏതോ 2, 3, 4 നേതാക്കന്മാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് അത് കണ്ടപ്പോൾ ഭയം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവരെയൊക്കെ 2 ദിവസം കൊണ്ട് അടിച്ചമർത്തി ഇവർ, പക്ഷേ അതിന് കഴിഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ പബ്ലിക്കിൻ്റെ ഒരു അപ്രൈസിങ് എന്നുള്ള ആ രീതിയിലായിരുന്നു. അപ്പോൾ എവിടെയും യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാകാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളത് കാണുന്ന കേരളത്തിലൊക്കെ കാണുന്ന പോലെ വലിയ കെട്ടിടങ്ങളും വലിയ സൗകര്യവും ഒക്കെയുള്ളൊരു രാജ്യമാണ് അവിടെ അല്ലേ. വലിയ രീതിയിലുള്ള ആർഭാട ജീവിതം ഒക്കെ ഒരു വശത്തുള്ളൊരു രാജ്യമാണ്. പക്ഷെ അവിടെ പോലും പബ്ലിക്ക്, അതാ ഞാൻ പറഞ്ഞു, അതിൻ്റെ റിയലൈസേഷനിലേക്ക്, അതിൻ്റെ ഒരു സ്റ്റേജിലേക്ക് ആളുകൾ എത്തണം എന്നുള്ളതാണ് വളരെ പ്രധാനം. അപ്പോൾ അത് ആ ഒരു കണ്ടീഷൻ നമ്മളിപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആളുകൾ അതിലേക്ക് എത്തേണ്ടി വരും. കാരണം അത്രമാത്രം ഇപ്പം നമ്മളിപ്പം കേരളത്തിൽ തന്നെ സ്ഥിതി നോക്കിയാൽ എല്ലാം സ്വകാര്യ മേഖലയിലേക്ക് പോകും. സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും കാശൊന്നും തരാൻ പോകുന്നില്ല. ചിലപ്പോൾ അപൂർവമായി ചില ഘട്ടങ്ങളിൽ കിട്ടുമെങ്കിലും നമ്മളെ ടാക്സ് കൂടി ഇപ്പം GST ഒക്കെ വരുമ്പോൾ നല്ലതാന്ന് പറഞ്ഞ് പണ്ഡിതന്മാരൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. പക്ഷേ നമുക്കറിയാലോ കേന്ദ്രീകരണം വരുംതോറും എന്താണ് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മളെ വിഭവങ്ങൾക്ക് മുകളിൽ നിയന്ത്രണവും അവകാശവും നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെ GST ഒക്കെ പോവും, ഇൻകം ടാക്സൊക്കെ അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരികയില്ല. ഈ അവസ്ഥ ഇനി രൂക്ഷമാകാൻ പോവുകയാണ്, യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇത് വലിയ കോർപ്പറേറ്റുകളുടെ താല്പര്യമുള്ള ചില സംവിധാനങ്ങൾ ഈ ഒരു വശത്ത് വരികയും മറുവശത്ത് പബ്ലിക് ഹെൽത്ത് ആയാലും പബ്ലിക് എഡ്യൂക്കേഷൻ ആയാലും അതുപോലെയുള്ള എല്ലാ സിസ്റ്റവും തകരുമ്പോൾ ആളുകളിൽ നിന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക നായകനോ നായികയോ ഒക്കെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. അത് ഈ ഫ്രെഡറിക് ജെയിംസൺ നേരത്തെ പറയുന്നുണ്ട്, ഇനി നിങ്ങളൊരു മെസ്സിയൊക്കെ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഒരു കാലം കഴിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ആ രീതിയിൽ ഇവോൾവ് ചെയ്ത് വന്നേ രക്ഷയുണ്ടാവുള്ളൂ. കാരണം നമ്മളിപ്പോൾ വടകരയൊക്കെ എനിക്ക് വടകര എൻ്റെ പ്രദേശമായതുകൊണ്ട് പറയും, അവിടെയൊക്കെ ഈ സ്വകാര്യ സ്കൂളിലൊക്കെ ചേർത്ത പല രക്ഷിതാക്കളും ഇപ്പോൾ അവർ മാറ്റി, കുട്ടികളെ മാറ്റി സർക്കാർ സ്കൂളൊക്കെ ചേർക്കുക. കാരണം എന്ന് വെച്ചാൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരാൾക്ക്. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പം ഇപ്പോൾ ഒരുപാട് എൻജിനീയറിംഗ് കോളേജൊക്കെ കുട്ടികളില്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ഈ വിദ്യാഭ്യാസമൊക്കെ നല്ലതാണ്, പക്ഷേ വിദ്യാഭ്യാസം ഏത് രീതിയിൽ എങ്ങനെ വേണം, പബ്ലിക് എഡ്യൂക്കേഷൻ എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നൊക്കെയുള്ളത് സാമ്പത്തികത്തെ കൂടി ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ സാമ്പത്തികം മുഴുവൻ പ്രൈവറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, റോഡുകൾ മുഴുവൻ BOT ആയി കഴിഞ്ഞാൽ അവിടെ സാധാരണ മനുഷ്യന് പ്രവേശനം ഇല്ലാത്ത രീതിയിലേക്ക്
അതിൻ്റെ ക്രമീകരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആളുകളിൽ റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതിങ്ങനെ നിശ്ചലായി നിന്നോളണമെന്നില്ല. അത് ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ഒരു അനിവാര്യതയിലേക്കാണ് നീങ്ങുന്നതെന്നാണ് തോന്നുന്നത്. നിരാശ പ്രിവെയിൽ ചെയ്യുന്ന ഒരു കാലമാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. നമ്മുടെ ഈ സംവാദം അവസാനിക്കുമ്പോൾ പ്രതീക്ഷ കൈവിടാതെ രാഷ്ട്രീയ സാംസ്കാരിക ഇടപെടലുകൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു സന്ദേശമാണ് മാഷ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വളരെ പ്രസക്തമായ വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. ചർച്ച ചെയ്യപ്പെടേണ്ട നിരീക്ഷണങ്ങളാണ് മാഷ് മുന്നോട്ട് വെച്ചത്. പ്രസക്തമായ കൂടുതൽ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കൂടിയിരിക്കാം. നന്ദി. യെസ്, താങ്ക് യു.